ഹലോ ഗേസ്, ആവേശം കാണാൻ വന്നിരിക്കുകയാണ്. ഫഹദ് ഫാസിലിൻ്റെ ഭയങ്കര തിരക്കാണ് സിറ്റിയിലുള്ള തിയേറ്ററിലെല്ലാം. ഒരു സീറ്റ് പോലും നമുക്ക് കിട്ടുന്നില്ല, ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കാട്ടാക്കടയിലെ ശ്രീ കാളിദാസ് തിയേറ്ററിലാണ്. അപ്പോൾ നമുക്ക് കാളിദാസ് തിയേറ്റർ ഒന്ന് കാണാം. എടാ മോനെ, പടം കണ്ടിറങ്ങി, അടിപൊളി പടം, സൂപ്പർ പടം. നിങ്ങൾ മസ്റ്റ് വാച്ചാണ്. ഇത് 99% എൻ്റർടൈനറാണ്. കോമഡി വേറെ ഒന്നുമില്ല. നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും, ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം ലാസ്റ്റ് വരെ. അങ്ങനെ ഉള്ള ഒരു കോമഡി, അല്ലെങ്കിൽ ഒരു എന്താണ് ഫൈറ്റ് മോഡിലുള്ള, ആക്ഷൻ മോഡിലുള്ള ഒരു കോമഡി എൻ്റർടൈനർ ഞാനിതൊരു കണ്ടില്ല. ഡയറക്ഷനൊക്കെ പൊളി ഡയറക്ഷനാണ് പടം. ഡയറക്ഷൻ പ്ലസ് ഫസ്റ്റ് പാസിൽ പ്ലസ് ആ 3 പിള്ളേരും, അതിലാണ് ഈ പടം പോകുന്നത്. അടിപൊളിയാണ്. പിന്നെ ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അവൻ്റെ പേര് ഓർമ്മയില്ല. അവനും ഞാൻ പെട്ടെന്ന് ഈ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇപ്പം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഒന്ന് VFX അല്ലെങ്കിൽ അനിമേഷൻ സ്റ്റുഡൻ്റ് ആണ് അവൻ. അവൻ്റെ പേര് ഞാൻ മറന്നു എന്താണെന്ന്. കുറച്ച് പൊക്കമുള്ളൊരു പുള്ളിക്കാരനാണ്. എനിക്കൊന്ന് കുറച്ച് വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു, ഒരു 2 വർഷം മുന്നേ എന്തോ ആണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവനും ഈ സിനിമയിലുണ്ട്. അപ്പം അതിലും ചെറിയൊരു അഭിമാനമുണ്ട് എനിക്ക്. ഓക്കെ, അപ്പം ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം, ഇതിൻ്റെ അകത്ത് എന്താണ് കഥ എന്നുള്ള സംഭവമല്ല. ഇതിൻ്റെ അകത്ത് ആ ഒരു ഫഹദിൻ്റെ അഭിനയം, പിന്നെ ആ ഒരു ഡയറക്ഷൻ, പൊളി പൊളി പൊളി. എനിക്ക് എന്താണ് പിള്ളേരെല്ലാവരും എൻജോയ് ചെയ്തു. എൻ്റെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത. ആണ് ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള സിനിമയല്ല. ഞാനിത് തിയേറ്ററിൽ ടിക്കറ്റിന് വേണ്ടിയിട്ട് കുറേ ദിവസമായിട്ട് തന്നെ തപ്പയാണ്, ടിക്കറ്റ് കിട്ടുന്നില്ല. എനിക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് മറ്റേ വർഷങ്ങൾക്ക് ശേഷത്തിനെക്കാട്ടിയും എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ആവേശമാണ്. വർഷങ്ങൾക്ക് ശേഷം കുറച്ച് പടം കുഴപ്പമില്ല, പക്ഷെ അവർ ഈ ഒരു ഇതില്ല. അത് നമ്മളൊരു വിജയ് പടം കാണുമ്പോൾ ഉള്ള ഒരു വൈബ് ഉണ്ടല്ലോ, ആ ഒരു വൈബ് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. ആ ഒരു വൈബ് മീൻസ് എന്താണ്, നമുക്ക് ആ ഒരു തിയേറ്ററിൽ ആ ഒരു കയ്യടിയും, ആ ഒരു സംഭവം ഇത്രയും ദിവസമായിട്ട് തിയേറ്ററിൽ കയ്യടിയും, എടാ മോനെ എന്നൊക്കെ ബാക്കിൽ നിന്നൊക്കെ വിളിച്ച് പറയലും എല്ലാം കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മലയാള സിനിമ മീൻസ് ബാക്ക് എന്ന് പറയുന്ന പോലെ. മറ്റേ നിവിൽ നിന്ന് പഠിച്ചിട്ട് പോയ കണക്ക് ഇതിൽ ഭാഗത്ത് വന്ന് അടിച്ച് പൊളിച്ച് കസറിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. തിയേറ്ററിൽ തന്നെ കണ്ടാലേ ആ ഒരു കറക്റ്റ് ഒരു ഫീൽ കിട്ടത്തുള്ളൂ. അപ്പം തിയേറ്ററിൽ മസ്റ്റ് വാച്ച് സിനിമയാണ് ആവേശം. അപ്പം ഇതിന് ശേഷം ഏതാണ് നമ്മുടെ ഫസ്റ്റ് മൂവിക്ക് ശേഷം ഡയറക്ടറിൻ്റെ എനിക്ക് തോന്നുന്നു 2ാമത്തെ മൂവിയാണ് തോന്നുന്നു. ഫസ്റ്റ് സിനിമ ഏതായിരുന്നു നമ്മുടെ, ഞാൻ സത്യത്തിൻ്റെ പേര് മറന്നു, ഏതാണ് ആ ഒരു സിനിമയ്ക്ക് ശേഷം 2ാമത്തെ സിനിമയാണിത്. പുള്ളിക്കാരൻ ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ് ഡയറക്ടർ, സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പം നമുക്ക് മുന്നേ 2-3 പടങ്ങൾ എന്താണ് പകത്തിൻ്റെ ആ ഒരു റേഞ്ച് കിട്ടിയില്ല. മറ്റേ ആ ഒരു കുഴിക്കാത്ത ഭാഗത്ത് പോകുന്ന ആ സിനിമയൊന്നും അത്രയും ഒന്നും അവർ പ്രതീക്ഷ ആ ഒരു റേഞ്ച് കിട്ടിയില്ലെങ്കിലും ഇത് തിമിർത്ത് വാരിയിട്ടുണ്ട്. അപ്പം എനിക്ക് ലാസ്റ്റത്തെ പെർഫോമൻസ് ഒക്കെ മലയാള സിനിമയിൽ ഇനി ആർക്ക് ചെയ്യാൻ പറ്റും, മീൻസ് ഭഗത്തിനോട് നിൽക്കുന്ന ഒരു ആള്, എനിക്ക് എൻ്റെ ഒരു കമ്പാരിസണിൽ ഇത് വേറെ ആര് ചെയ്താലും ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ ആള്. ഓക്കെ, ഭഗത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ പറഞ്ഞാൽ ഒരു മോഹൻലാൽ മമ്മൂട്ടി മിക്സാണ് ഭഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കറക്റ്റ് മിക്സാണ്. കാരണം ഇനിയിപ്പോൾ അവർ റീപ്ലേസ് ചെയ്യാൻ വേറെ ആളില്ല. ഫഹദ് ഫാസിൽ തന്നെയാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം കോമഡി ഒന്നും വേറെ ആര് ചെയ്താലും ഈ ഒരു രീതിയിൽ എറിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ ആക്ഷൻ ചെയ്യുന്നതും ആക്ഷനൊക്കെ പൊളി. അപ്പോൾ ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ സിനിമയ്ക്കകത്ത് കുറച്ച് കാര്യമുണ്ട് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ റിവ്യൂസ് എല്ലാം കേട്ടതാണ്. സോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.